ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ ഇൻബോക്സിലോട്ട് എൻ്റെ പൊന്നെ തുരുതുരാന്ന് മെസ്സേജ്. ഹെലനെ പോലീസ് പൊക്കി, വെള്ളമടിച്ച് വണ്ടി ഓടിച്ചെന്നും പറഞ്ഞിട്ട് എൻ്റെ ഇൻബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജിന് കൈയും കണക്കുമില്ല. സോ നമുക്ക് ഇന്ന് അതിനെ പറ്റിയാണ് ഗൈസ് സംസാരിക്കാനുള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹെലൻ ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് പൊരുത്തക്കേടുകൾ, പിന്നെ നമ്മുടെ ജാസി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കാറുള്ള ഒരു കേസാണ്, സാധാരണ പെറ്റി കേസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കേസാണ് വെള്ളമടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചിട്ട് പെറ്റി അടിച്ചു കൊടുക്കുക എന്നുള്ളത്. സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ വാർത്തയൊന്നും ആവില്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഹെലനോ സ്പാർട്ട എന്ന് പറയുന്ന ധന്യ ഇത് ചെയ്തപ്പോൾ അത് വാർത്തയായി. സ്വാഭാവികമാണ്, നാളെ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ വാർത്തയാവും. ചിലപ്പോൾ വാർത്തയാവുമായിരിക്കും, നമ്മളെ ഒന്നും അത്ര ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ വാർത്തയാവത്തില്ലായിരിക്കും. ബൈ ദ വേ, ഞാൻ വെള്ളമൊന്നും അടിച്ച് വണ്ടി ഓടിക്കാറില്ല, ഞാൻ വെള്ളം അടിക്കാറേ ഇല്ല. അക്കാര്യത്തിലൊന്നും എനിക്ക് ഭയമില്ല. വല്ല ഹോമിയോ മരുന്നുകൾ എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ വെള്ളം അടിക്കില്ല, പുക വലിക്കാറില്ല, വേറെ പച്ചല പൊടി ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്റെ 100 150% വിശ്വസിക്കാം. ഓക്കെ, പറയാൻ കാരണം ഇപ്പൊ 1-2 ദിവസങ്ങളായിട്ട് ഘോരഘോരമായി ഡ്രഗ്സിനെതിരെ പ്രതിഷേധിച്ച വന്നവന്മാര് തന്നെ ഇപ്പൊ കുടുങ്ങുന്നുണ്ട്, ഇവന്മാര് തന്നെ കുടുങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്റെ കാസറ്റ്, അവനെ പറ്റി ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പൊ ധന്യയുടെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ പറഞ്ഞു വന്നത്, യൂട്യൂബർ ആയതിന്റെ പേരിൽ ഭയങ്കര വാർത്തയായി. നിങ്ങൾ സ്ഥിരം നോക്കിയാൽ മതി, ഒരു 1000 പേര് തികച്ച് സബ്സ്ക്രിപ്ഷൻ വേണമെന്നില്ല. പോലീസ് എങ്ങാനും പൊക്കി കഴിഞ്ഞാൽ പ്രശസ്ത യൂട്യൂബർ, പ്രശസ്ത ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഈ രീതിയിലൊക്കെ ആയിരിക്കും വാർത്ത പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളെ പറ്റി വലിയ ധാരണയില്ല. ഈ തൊപ്പി വിഷയത്തിലൊക്കെ വാർത്ത വന്ന സമയത്ത് ഇവർ എന്ത് തരത്തിലുള്ള വാർത്തയാണ് കൊടുത്തത്? കോമഡി ആയിരുന്നു, നമ്മൾ കണ്ടതാണ്. പുറമെ തൊപ്പി അവർ സ്ട്രീം ചെയ്യുന്ന പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പയ്യൻ എന്നുള്ള സംഭവം മാത്രമേ അറിയത്തുള്ളൂ, വേറെ ധാരണയൊന്നുമില്ല. എന്താണെങ്കിലും നമുക്ക് ഹെലനെ പൊക്കിയ കേസിന്റെ ആ ഒരു വാർത്ത നമുക്കൊന്ന് കാണാൻ ഗൈസ്. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. മറ്റൊരു യൂട്യൂബ് ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും വിളിക്കാതെ. ഇവിടെ ആരും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. എന്ത് 4 വീഡിയോ ഇട്ട് ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്ത് തേങ്ങാക്കൊലയാണ്? ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കും, ഒരു യൂട്യൂബറെ കണ്ടിട്ട് എനിക്ക് ഇവനെ പോലെ ഒരു യൂട്യൂബർ ആകും, അതിനെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയാം. അല്ലാതെ വേറെ ഒരു തരത്തിലും ഇങ്ങനെയുള്ള ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇൻക്ലൂഡിങ് മീ. നമ്മളും ഒരു ഇൻഫ്ലുവൻസർ ഒന്നുമല്ല, നമ്മളെയൊന്നും അങ്ങനെയൊന്നും വിളിക്കരുത്. ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട് ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? അതുതന്നെയാണ്, മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോ സ്പാർട്ട. ഹെലൻ പറഞ്ഞത് ശരിയാണ്, സൂപ്പർ ഫോട്ടോ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, സൂപ്പർ ഫോട്ടോ ആണ്. എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയക്കാരെല്ലാം നല്ല ഫോട്ടോ വെച്ചേക്കുന്നതെന്ന് എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. വലിയ പ്രമുഖയായ ഇൻഫ്ലുവൻസർ ആണ്. അണങ്കൂരിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ FIR-ൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാഷണൽ ഹൈവേ 66-ൽ റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഇൻഫ്ലുവൻസർ ഈ ധന്യ ഈ വാഹനം ഓടിച്ചത് മദ്യപിച്ചുകൊണ്ടാണെന്നുള്ള പരിശോധനയിൽ 86 കാണിച്ചുവെന്ന് ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് നമുക്കറിയാൻ കഴിയുന്നത് ഈ വാഹനം അടക്കം വിട്ടു നൽകിയിട്ടുണ്ട്, ഫൈൻ ഈടാക്കിയതിനു ശേഷം വിട്ടു നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിരുന്നു, പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇൻസ്പെക്ടറുമായി നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം ഞാൻ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് അറിയില്ല, മറ്റെന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും എന്നറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതാണ് ഏഷ്യാനെറ്റിനകത്ത് വന്ന വാർത്ത. എല്ലാ ചാനലുകാരും നല്ല അടിപൊളിയായിട്ട് വാർത്ത അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറയുന്ന കാരണങ്ങൾ, ഒന്ന്, വെള്ളമടിച്ചു വണ്ടി ഓടിച്ചു, വണ്ടി നിർത്താതെ പോയി, അപകടകരമായിട്ടുള്ള രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ന്യൂസിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഹെലൻ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹെലന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് എനിക്ക് ഇപ്പോഴാണ് നീ ഈ ഒരു കാര്യം പറഞ്ഞതിനെ പറ്റി, ഈ ഒരു ഡയലോഗിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഇപ്പോഴും വന്നത് പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വീട്ടിലിരി എന്നൂടെ പറയുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടി കയറ്റി കൊന്നുകളയും. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് സെറ്റിലായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കുമ്പള കാസർഗോഡ് ഭാഗത്തുള്ളവർ ഒന്ന് സൂക്ഷിച്ചു. ഓക്കെ, വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നവർ പുറത്ത് കറങ്ങി നടപ്പുണ്ട്, അതുകൊണ്ട്
അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല ഉത്തരവാദിത്തമുള്ള കൊച്ചാട്ടോ. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ചെയ്ത തെറ്റ് പുള്ളിക്കാരത്തെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കാര്യം. വേറെ മാർഗമില്ല, നാട്ടുകാരെ മൊത്തം അറിഞ്ഞ് സംഭവം ശരിയാണ്, പിന്നെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തു. യൂട്യൂബിൽ വന്ന് അനീതിക്കെതിരെ തൂഫാൻ പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ധന്യ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പെറ്റി അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കേസാണെങ്കിൽ പോലും അത് ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ധന്യയെ സത്യമായിട്ടും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതൊരു സോറിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇതിപ്പം പ്രത്യേകിച്ച് ഒരു ആക്സിഡന്റ് ഒന്നും ഉണ്ടായില്ല, നീ എവിടെയും കൊണ്ട് ആരെയും ഇടിച്ചില്ല, അതുകൊണ്ട് ഇത് വലിയൊരു കേസായില്ല, ഒരു പെറ്റി കേസായിട്ടങ്ങ് മാറി. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ഇത് എവിടെ നിന്നേ, നിനക്ക് നല്ല രീതിയിൽ അറിയാം അതിന്റെ ഒരു കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഇതൊരു സോറിയിലൊന്നും അങ്ങനെ ഒതുങ്ങിപ്പോന്ന സാധനമല്ല കേട്ടാ. ഇവിടം തൊട്ട് നിങ്ങളൊന്ന് കണ്ടോ. ഓക്കെ, ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഒരു ബിയർ, only one beer? സീരിയസ്ലി ഞാൻ ഈ FIR വായിച്ചിരുന്നേ. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് കാണിക്കാം. ഈ പ്രഥമ വിവരം എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന സാധനത്തിനകത്ത് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇയാളുടെ ഉച്ഛ്വാസവായുവിലും സംസാരത്തിലും മദ്യത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിനാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിലെ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് 2:06 മണിക്ക് തിയാളെന്ന് പറഞ്ഞ ഹെലന്റെ ഉച്ഛ്വാസവായു പരിശോധിക്കുന്നതിൽ 82 മില്ലിഗ്രാം പെർ 100 ml എന്ന് കാണുകയും ചെയ്തു. അതിനാൽ തിയാൾ മദ്യപിച്ച് ആയതിന്റെ ലഹരിയിലാണ് വാഹനം നിർത്താതെ ഓടിച്ചു പോയതെന്ന് ഉത്തമ വിശ്വാസത്തിൽ തിയാളെ ചെയ്ത കുറ്റം പറഞ്ഞ് മനസ്സിലാക്കി തിയാളുടെ വാഹനത്തിൽ തിയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനെയും വിവരം അറിയിച്ച ശേഷം 2:15 മണിക്ക് നിയമാനുസൃതം നോട്ടീസ് നൽകി 2:20 തിയാൾ ഓടിച്ചു വന്നതായ ഈ പറയുന്ന നമ്പർ കാർ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ മാർഷൽ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ അത് പറഞ്ഞ കാര്യം എന്താണ്ട് 82 മില്ലിഗ്രാം പെർ 100 ml. ഓക്കെ, ഇതാണ് ഹെലനെ കൊണ്ട് മറ്റേ സാധനം ഊതിപ്പിച്ചപ്പം അവർ അടിച്ച റീഡിങ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് ആശ്രയം തേടി. എന്താണ് ഈ 82 മില്ലിഗ്രാം പെർ 100 ml ഇങ്ങനെ ബ്രീത്ത് അനലൈസർ വെച്ച് ഊതിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം? അപ്പം ഗൂഗിളിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഈ ലീഗൽ ലിമിറ്റ് ഉണ്ട്, 30 മില്ലിഗ്രാം പെർ 100 ml. ഇതാണ് നമ്മുടെ ലീഗൽ ലിമിറ്റ്. ഈ സാധനം ഊതിക്കുന്ന സമയത്ത് ഈ 30 മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ അത് ലീഗലാണ്, അതിൽ മുകളിലാണെങ്കിൽ മാത്രമാണ് കേസ് എടുക്കാനുള്ള വകുപ്പ്. പിടികിട്ടിയോ? ഹെലനെ ഊതിയപ്പോൾ കിട്ടിയത് 82, 30 താഴെയാണ് കുഴപ്പമില്ല. അത് ഈ 82 എന്ന് പറയുന്നത് ഗൂഗിൾ പറയുന്ന ഹൈലി ഇൻടോക്സിക്കേറ്റഡ് എന്ന് വെച്ചാൽ ഹൈലി ആൽക്കഹോളിക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലീഗലി മദ്യപിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ എ പേഴ്സൺ ഡ്രൈവിംഗ് സ്കിൽ ആർ ഹെവിലി ഡാമേജ്, their reflexes are slow, വിഷൻ ബ്ലർഡ് ആയിരിക്കും, ഡ്രൈവിംഗ് ഹൈലി ഡേഞ്ചറസ്. അന്നേരം ഹൈലി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഗൂഗിള് നമുക്ക് തന്ന ഒരു മറുപടി. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ വാട്ട് ഡസ് 82 mg മീൻ ഇൻ റിയൽ ലൈഫ്? അപ്പോൾ ഗൂഗിൾ തന്ന മറുപടി ഇതാണ്. നമുക്കറിയത്തില്ല, ഗൂഗിൾ തന്നെയാണേ. നമ്മുടെ ഹെലൻ ഇല്ലയോ, ഹെലൻ അങ്ങനെ ഒരു ബിയർ അടിച്ചു അങ്ങനെ കള്ളൊന്നും പറയത്തില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് ഒന്നും കൂടെ ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ 82 കാണിക്കുമോ? അപ്പോൾ ഗൂഗിൾ പറഞ്ഞ മറുപടിയാണെന്ന് വെക്കാം, ഇല്ലെന്ന്. നോ, ദ റീഡിംഗ് 82 മില്ലിഗ്രാം പെർ 100 ml cannot be caused by consuming just one standard beer under normal physiological condition. ഓക്കെ, ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ 82 കാണിക്കൂലെന്നാണ് ഗൂഗിൾ പറയുന്നത്. വാട്ട് 82 mg requires need to consume 3 to 4 standard beers or 3 to 4 large pegs within a short time frame, which means ബിയർ അടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 സ്റ്റാൻഡേർഡ് ബിയർ അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ 82 എന്ന് പറയുന്ന കണക്ക് കാണിക്കൂ എന്നാണ് ഗൂഗിള് പറയുന്നത്. എന്നിട്ട് എനിക്ക് പിന്നെ സംശയം, നമ്മുടെ ഹെലനെ അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഹെലൻ സത്യം പറയുന്ന കൊച്ചാണ്. അന്നേരം ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, നീ ഏതെങ്കിലും ഒരു ചാൻസിൽ ഈ ഒരു ബിയർ അടിച്ചു കഴിഞ്ഞ് 82 കാണിക്കുമോ? അന്നേരം ഗൂഗിളിനടുത്ത് പിന്നെ ഒരു മറുപടി എനിക്ക് ഗൂഗിൾ തന്നു, മൗത്ത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു പൗപ്പ്, അതാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഈ റീഡിങ് എറർ ആയിട്ട് കാണിക്കും. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ടേക്ക് എ സിംഗിൾ സിപ്പ് ഓഫ് ബിയർ ആൻഡ് ബ്ലോസ് ഇൻ ടു എ മെഷീൻ ഇമ്മീഡിയറ്റ്ലി
എന്ന് വെച്ചാൽ വിത്തിൻ 15 to 20 minutes. സാധനം കുടിച്ച് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഒരു 10-15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഊതിക്കഴിഞ്ഞാൽ ഈ മൗത്തിൽ അതിന്റെ കോണ്ടന്റ് ഉണ്ടായതിന്റെ പേരിൽ 82 കാണിക്കും, ഒരു ബിയറെ അടിച്ചിട്ടുള്ളെങ്കിൽ പോലും. പക്ഷെ ഇവിടെ ഹെലൻ പറഞ്ഞിരിക്കുന്നത് ഒരു പരിപാടിക്ക് പോയി അവിടെ നിന്ന് അടിച്ചു എന്നിട്ട് തിരിച്ചു വന്നു എന്നുള്ള സമയത്താണ്. അന്നേരം ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു ബിയർ അടിച്ചിട്ടുള്ളെങ്കിൽ ഹെലനെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസുകാർ ഊതിപ്പിച്ചതാണെങ്കിൽ കാറിലിരുന്ന് മദ്യപിച്ചു എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. പക്ഷെ സാധാരണഗതിയിൽ പോലീസ് ഈ 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഊതിപ്പിക്കാറുള്ളത് എന്നാണ് പറയുന്നത്. ഞാനൊരു പോലീസുകാരൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി തിരക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിയും പറഞ്ഞത് 82 കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം എന്നാണ് പുള്ളിയും പറഞ്ഞത്. അപ്പം കുറേ പൊരുത്തക്കേടുകൾ ഹെലൻ പറഞ്ഞതുമായിട്ട് ഉണ്ട്. എനിക്ക് തോന്നിയ സംശയങ്ങളാണിത്. ഓക്കെ, വാട്ടെവർ. ചിലപ്പം ഹെലൻ ഇത് റിപ്ലൈ ആയിട്ട് വരുമായിരിക്കും, ചിലപ്പം ഗൂഗിളിന് തെറ്റ് പറ്റാം. ഓക്കെ, അപ്പം ബാക്കി കേൾക്കാം. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്, അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അതിപ്പോ ലാഭമായില്ലേ, ഫേമസ് ആയില്ലേ? നീ ഓൾറെഡി ഫേമസ് ആണ്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു തീട്ട കേസിൽ ഫേമസ് ആവേണ്ട ആവശ്യമൊന്നും ഹെലൻ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഈ പറഞ്ഞത്ര കൺവിൻസിങ് അല്ലല്ലോ ഹെലനെ. ഹെലൻ വണ്ടി എടുത്താതെ പോയി. പോലീസ് വന്ന് ചോദിക്കാൻ നേരത്ത് ഹെലൻ വണ്ടി എടുത്തുകൊണ്ട് കണ്ടം വഴി ഓടി. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞത്. ആളുകൾ കൂടും, പോലീസിന് ലൈറ്റ് കണ്ട്, അതുകൊണ്ടാണ് വണ്ടി എടുത്ത് നിർത്താതെ പോയതെന്ന്. അവിടെയും ഒരു ചെറിയ ഒരു പെശക് എനിക്ക് ഫീൽ ചെയ്തു. FIR പ്രകാരം രാത്രി 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി 2 മണിക്ക് എങ്ങനെടേ നിങ്ങളുടെ നാട്ടിൽ ഇത്ര ആളുകൾ കൂടുന്നത്? പോലീസിന്റെ ഈ സാധനം കണ്ടിട്ട് അത്ര 2 മണിക്കൊന്നും ഫോണും തൂക്കി പിടിച്ചോണ്ട് ഹെലനെ പിടിക്കുന്നു പറഞ്ഞ ആളുകൾ വരാറുണ്ടാ? ഉള്ളത് പറയടാ മോളെ, നീ ഉള്ളത് പറ. നീ അതുകൊണ്ടാണോ ഓടിയത്? സത്യം പറ. കുടിച്ചിട്ടുണ്ട്. പോലീസ് വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് വെച്ചനത്തി വിട്ട്. പോലീസ് പുറകെ വരുന്നു എന്ന് മനസ്സിലായി. വേറെ വഴിയില്ല. വീടിന്റെ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ നിർത്തി സാറേ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പെറ്റിയ ഇങ്ങനെ കേസായി. അതല്ലയോ യാഥാർത്ഥ്യം? അതല്ലയോ? ഇനി നീ പോലീസിനെ വെട്ടിച്ച് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പോലീസ് വീട്ടിൽ കയറി വരും. അതിനേക്കാളും നല്ലത് പിടികൊടുക്കുന്നതാണ്. ഇതാകുമ്പോൾ ഒരു വെറ്റി കേസിലവൻ ഒതുങ്ങും. സത്യം അതല്ലയോടാ മോനെ. നീ ആള് കൂടുന്നത് വിചാരിച്ചിട്ട് ഓടിയൊന്നും അല്ലല്ലോ. ഉള്ളത് പറ. നീ രാത്രി 2 മണിക്ക് ആള് കൂടുമെന്ന് എന്താണ് ഹെലൻ ഇങ്ങനെയൊക്കെ? അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ് ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, എന്നെ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും. കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം. കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. പിന്നെ ഒന്ന് നീ ഒന്നിന്റെ കണക്ക് വിട്. 2-3 അടിച്ചത് നിങ്ങൾ പറ. പിന്നല്ലാതെ ഒന്നൊന്നും അടിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വരുമോ? എന്തൊരു ബിയറുടെ അത് 45% ബിയറാ. ഓരോ അവസ്ഥ നോക്കണേ. വീഡിയോയിൽ വന്നിരുന്നിട്ട് ഓരോരുത്തരെ ഉപദേശിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന ഹെലൻ ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സംഭവം ചെറുതാണെങ്കിലും ചെറുതല്ല, അപകടം ഉണ്ടായിരുന്നത് അത് വലുതാവേണ്ടതാണ്. എന്താണെങ്കിലും പോലീസുകാർ നല്ല പോലീസുകാരാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണല്ലോ പോയത്. നല്ല പോലീസുകാർ. പക്ഷെ അവര് അത് കഴിഞ്ഞതങ്ങ് നൈസായിട്ട് ഹെലന്റെ വാർത്ത ഇവര് തന്നെ ആയിരിക്കണം ന്യൂസ് ചാനലിന് കൊടുത്തത്. നല്ല പോലീസുകാർ ആദ്യം നിന്ന് സ്നേഹം കാണിച്ച് മോളെ ഇങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ന്യൂസ് ചാനൽ ഹെലൻ എന്ന് പറയുന്നൊരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്, ന്യൂസ് ആക്കിക്കോ. ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്ന ന്യൂസ് ചാനൽ എടുത്തങ്ങ് ആഘോഷിച്ച് അറമാതി. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത് ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ
ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരാളെയും, എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ട്രോള് കുറെ വരുന്നുണ്ടല്ലോ നിന്റെ പഴയ ഒരു ഇന്റർവ്യൂ കുത്തിപ്പൊക്കിക്കൊണ്ട്, അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ബാറിൽ ഇറങ്ങി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെയുള്ള രീതിയിൽ ഒരു സാധനം വരുന്നുണ്ട്. ഫൈൻ. അപ്പം എന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഓക്കെ. രണ്ടാമത് ഞാൻ ഇന്നേ ഒരു ബിയർ ബോട്ടിൽ പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബാറിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഞാൻ പോട്ടെ, എൻ്റെ അച്ഛൻ ഇതുവരെ വെള്ളമടിക്കുന്ന ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവില്ല. ഇത് 2022 വന്ന ഇന്റർവ്യൂ ആണ്. ഇതിനകത്തും വെള്ളം അടിക്കാറില്ലെന്ന് പറയുന്നില്ല, കണ്ടിട്ടില്ലെന്നേ പറയുന്നുള്ളേ. 3 കൊല്ലം മുമ്പത്തെ സാധനമല്ലേ. അതിനുശേഷം എന്തൊക്കെയാ മാറ്റങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് തുടങ്ങിയതായിരിക്കും. വെള്ളമടി ഈസ് ഫൈൻ, അത് വീട്ടിലിരുന്നാണെങ്കിൽ മാത്രം. നാട്ടിലിറങ്ങി നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഫൈൻ അല്ല. പോലീസുകാർ അതുകൊണ്ടാണ് വന്ന് ഫൈൻ അടിച്ചിട്ട് പോയത്. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എൻ്റെ നമ്പർ ഒന്നും എഴുതിയിട്ടോ, ഞാൻ വെക്കാം ഇവിടെ. ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് എന്റെ ബാക്കി നിങ്ങൾ എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങള് പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ, ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല കേട്ടോ, വിഷയമുള്ള കാര്യവുമല്ല, ഞാനത് നിഷേധിക്കുന്നുമില്ല. എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണത്. ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയില്ല, ഒരിക്കലും ഐ പ്രോമിസ് യു ദാറ്റ് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയില്ല. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ് എന്റേത്. രണ്ടാമത്തെ കാര്യം, ഒന്നെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് നമ്പറോ എന്റെ ഫാമിലിയുള്ള ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടും. നിങ്ങൾക്ക് ചോദിക്കാം, എന്റെ കാർ എടുത്തോണ്ട് പോയിട്ടുണ്ടോ, എന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എന്നെ പോലീസ് വിലങ്ങ് വെച്ച് അറസ്റ്റ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ ഒരാളുടെ 5 പൈസ ഞാൻ എടുത്തിട്ടുമില്ല. ഒരാളെ കൊന്നിട്ടോ ഈ പറയുന്ന ഒന്നും ചെയ്യാത്ത എന്റെ ന്യൂസ്, അത് നല്ലതാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ എനിക്ക് ഈ മാപ്രകളോട് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്, നല്ല കാര്യമാണ്. എന്തെന്നെ ആവട്ടെ, ഞാനിപ്പം സ്റ്റേഷനിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർമലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യോ? ഇല്ല. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തോ ഈ ന്യൂസ് ചാനലുകാർക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എന്തോ ഒരു വൈരാഗ്യം ഉണ്ടെന്നാണ് തോന്നണേ. പല ന്യൂസും അത്രയും അഗ്രസീവായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ആ ഒരു കാര്യം അവർ വലിയ രീതിയിലാണ് ബൂസ്റ്റ് ചെയ്ത് വിടുന്നത്. ചെറിയ വല്ല വാർത്ത വന്നു കഴിഞ്ഞാൽ പോലും അത് ഊതിപ്പെരിപ്പിച്ച് വെക്കും. ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞു, പൊതുവെ ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് തികച്ചു വേണ്ട, അപ്പോഴത്തേക്ക് പ്രശസ്തമായ യൂട്യൂബർ ഇൻഫ്ലുവൻസർ പിടിയിൽ ഇതായിരിക്കും. ഞാൻ കുറച്ചു മുമ്പ് വെച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ വിവരം ഇവർ അറിഞ്ഞതിന് ശേഷം ഇവർ SIയെ വിളിച്ച് തിരക്കി, പക്ഷെ പുള്ളിക്കാരൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, മറുപടി ഒന്നും ഇവർക്ക് കൊടുത്തില്ല എന്ന്. അത്രയും കഷ്ടപ്പാട് പോലും ഇല്ല ഹെലനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹെലനെ വിളിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു കൂടുതൽ പറയണം, ഇവരുടെ എല്ലാവരുടെയും ന്യൂസ് ചാനൽസിന്റെ എല്ലാത്തിന്റെയും കയ്യിൽ FIR കിട്ടിയിട്ടുണ്ട്. FIRനകത്ത് ഹെലന്റെ ഫോൺ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിച്ച് തിരക്കാലോ. വീട്ട് അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്, അതിനകത്ത് വിളിച്ച് തിരക്കിയിട്ടില്ല. സീരിയസ്ലി ഇത് കാണുമ്പോൾ എന്തോ ഒരു അനാവശ്യ പ്രാധാന്യം കൊടുത്ത് ഒരു വൈരാഗ്യം തീർക്കുന്ന പോലെ ഈ
കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ അടുത്ത് പെരുമാറുന്ന പോലെയാണ് ന്യൂസ് ചാനൽസിന്റെ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് അത്ര നല്ലൊരു പരിപാടിയല്ലത്. നമ്മളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്ന പോലാണോ ഇവർ ന്യൂസ് ചാനൽസ് 24/7 ന്യൂസ് ചാനൽസ് എല്ലാം ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ സാധനം കൊടുക്കുന്നത്? ഇവരാണെങ്കിൽ ഏറ്റവും മൂലയിൽ കേട്ടിട്ട് ഭയങ്കര വീഡിയോ കേട്ടിട്ടാണ് വിടുന്നത്. അയ്യോ ഹെലൻ ഓഫ് പാട്ടെ പൊക്കി ഈ ഒരു സാധനം. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ എന്റെ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണെന്നും എനിക്ക് നല്ല വൃത്തിയായിട്ട് അതെന്തോ മോളെ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന്റെ പിന്നിന്റെ വരെയാണ് അത് പൊക്കി. അതിന് കടത്തിന് മെഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലടേ. അറിയാം. ഓക്കെ, പിന്നെ എന്റെ ഫാമിലി, എന്റെ ഫ്രണ്ട് സർക്കിൾ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് പേരുടെ കമന്റ് ഞാൻ പല വീഡിയോസിന്റെ ഈ പറയുന്ന ന്യൂസിന്റെ താഴത്തും കണ്ടു. ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു ഓൾ. എന്നെ പേഴ്സണലി വിളിച്ചിട്ട് കൊലക്കുറ്റം ചെയ്തതുപോലെ നിന്റെ ഫോട്ടോ വരുന്ന കണ്ടു. പെറ്റി കേസൊക്കെ ഇപ്പം ന്യൂസ് ചാനലുകാർ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയല്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഹെൽനോസ് പാർട്ടിയുടെ തല വെച്ചിട്ട് വീഡിയോ ചെയ്ത നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 5 വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, FIR ഇട്ടതാണത്. നിങ്ങൾ FIRന്റെ കോപ്പിയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് ഇട്ടിട്ടുണ്ട്. ഹെൽനോസ് പാട്ട വ്ളോഗർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ എന്തായിരുന്നു അതിന്റെ പേര്, FIR. ഞാൻ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. 5 വർഷമായിട്ട് ഞാൻ നടക്കുന്ന എന്റെ അടക്കം 16ഓളം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൈനറായിട്ടുള്ള പെൺകുട്ടികളുടെയും ഫോട്ടോ വളരെ വൾഗറായിട്ട് മോർഫ് ചെയ്തിടുന്ന ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ എത്ര ചാനൽ അത് എടുത്തിട്ടു? എന്റെ തല തന്നെ വെച്ചോളൂ. അല്ലെങ്കിൽ എന്റെ മോർഫ് ചെയ്തിട്ടുള്ള, ഞാൻ ഓൾറെഡി എന്റെ മോർഫ് ചെയ്ത ഫോട്ടോസ് ആ സൈറ്റിലുള്ള ഫോട്ടോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീച്ചിന് വേണ്ടി അത് വെച്ചിട്ടെങ്കിലും എത്ര ന്യൂസ് ചാനൽ അത് ഇട്ടു? ഹെൽനോസ് പാട്ട അടക്കം 16ഓളം പെൺകുട്ടികളടക്കം ഇങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനമാവുന്നില്ല എന്ന് നീയൊക്കെ ചോദിച്ചോ? അതെങ്ങനെയാണല്ലോ, അതിനൊരു കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ അല്ലേ? വ്ളോഗർ ആയിട്ടുള്ള ഹെൽനോസ് പാട്ട മദ്യപിച്ച് മദ്യലഹരിയിൽ ലക്ക് കെട്ട് പിന്നെന്നൊക്കെ പറഞ്ഞാലല്ലേ 4 ആള് കാണുള്ളൂ. നല്ലതാണ്. അപ്പം അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, ഒരു ക്രിയേറ്റർ ഒരു പ്രശ്നം മുന്നോട്ട് വന്ന് പറയുകയാണ്, അത് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, നാടിനത് ആപത്തായിട്ട് വരുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും പല ചാനലുകളും അത് ടേക്കപ്പ് ചെയ്യാറില്ല. സോഷ്യൽ മീഡിയ വീഡിയോ ആയിട്ട് അതങ്ങ് ഒതുങ്ങി പോകാനാണ് പതിവ്. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ മാത്രം അതെടുത്ത് വെച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു മെയിൻ സ്ട്രീം മാധ്യമങ്ങളും സംസാരിക്കാറില്ല. പക്ഷേ ഇതേ കോണ്ടന്റ് ക്രിയേറ്ററിന് എതിരെ ഏതെങ്കിലും ഒരു ചെറിയൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പോലും അത് വലിയ വാർത്തയായിട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവർ കൊടുക്കാറുണ്ട്. പക്ഷെ മറ്റേ വാർത്ത കൊടുക്കൂല. മറ്റേ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എങ്ങാനും ഒതുക്കി അങ്ങ് വെക്കും. പക്ഷെ ഇതങ്ങനെ ആയിരിക്കത്തില്ല. നമുക്കെതിരെ വരുന്ന വാർത്തകൾക്ക് പ്രാധാന്യം കൂടുതലാണ്. ഈ ന്യൂസ് ചാനൽസിന്റെ അൽഗോരിതം അങ്ങനെയാണെന്ന് തോന്നുന്നു വർക്കാവുന്നത്. അങ്ങനെയാണോ? അതുകൊണ്ടാണോ? കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഇപ്പോഴല്ല, എനിക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാറുണ്ട്. എന്റെ നാട് അല്ല എൻ്റെ നാട്ടിൽ ഉള്ള ക്യാൻസർ പേഷ്യൻസിനെ പറ്റി എത്ര ചാനൽസ് അത് ഏറ്റെടുത്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് അത് സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഏതാണെങ്കിലും ന്യൂസ് ചാനൽസിന്റെ ഈ ഒരു തരത്തിലുള്ള പ്രവൃത്തി അത് പരിതാപകരം എന്നല്ലാതെ കൂടുതലൊന്നും പറയാൻ. പിന്നെ മറ്റൊരു കാര്യം, ഹെലന്റെ മുഖ്യ ശത്രു ജാസി ഇവിടെ ദുംദും നാദം ആ പാട്ട് ഡാൻസ് കളിക്കുമായിരിക്കും മിക്കവാറും. ജാസി ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഹെലനെതിരെയായിട്ട്. അതോടെ നമുക്കത് കാണാവേ. ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പോൾ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെൽനോസ് പാട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെൽനോസ് പാട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ച് ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി അല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. നന്മവരം ജാസി എന്നോട്ടാണ് നീ നന്മവരമായത്.
നന്മമരം വളർന്നു വേണ്ട പൂത്തില്ലെങ്കിൽ നല്ല പച്ചക്കളറിയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ജാസ്തി ഒരു ഡയലോഗ് അടിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ വീട്ടുകാരൊന്നും എന്നെ അങ്ങനെയല്ല വളർത്തിയതെന്ന്. പിന്നെ ബാക്കിയുള്ളവരുടെ വീട്ടുകാരെല്ലാം വെള്ളം അടിപ്പിച്ചിട്ടാണല്ലോ പിള്ളേരെ കൊണ്ട് ഡ്രൈവിംഗ് അടിപ്പിക്കുന്നത്. നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നിന്റെ വീട്ടുകാർ വളർത്തിയ പോലാണോ നീ വളർന്ന് ഇപ്പം പന്തലിച്ച് നിൽക്കുന്നത്? അതിനൊരു മറുപടി നീ പറ. അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കാനുള്ള യോഗ്യത നിനക്കില്ല. നിന്നെ കൊണ്ട് നിന്റെ കുടുംബത്തിന് നിന്റെ ഉമ്മാക്കൊക്കെ അപമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്വന്തം നിലവറന്ന് സംസാരിക്കല്ലേ ജാസി. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആണിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണ് അത് പറഞ്ഞത്? എടാ മാറി അതും ഇതും തമ്മിൽ എന്തുടെ ബന്ധം? വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുക നിന്റെ മറ്റേ കളിയുടെയും കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഊട്ടിക്കയറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പേച്ചപ്പായൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് ഒരിക്കലും നിന്റെ ഫാമിലിയെ കൂടെ ഒരു വീഡിയോ എടുത്തത്? ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും എവനെ എങ്ങനെയാണ് തെറി വിളിക്കാതിരിക്കുന്നത്? പേഴ്സണൽ കാര്യമാണെങ്കിൽ പിന്നെ എന്തോ ഞാനാടാ നീ ഇപ്പൊ ഈ സാമാനം എടുത്ത് ഇവിടെ പറഞ്ഞത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പിന്നെ പക്ഷെ ഞാൻ തൊലിക്കും. ഇതൊരു വിടനെയാണ് ഇവൻ. ചുമ്മാണ് അവള് വന്ന് നിന്റെ തന്തയ്ക്കും തള്ളയും വിളിക്കുന്നത്. എല്ലാം അവിടെ ഹസ്ബൻഡിനെ പറ്റി ഒന്നും ഇവിടെയും വന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ അതൊരു കോണ്ടന്റ് ആയിട്ടില്ല. നിന്റെ സർജറി നീ ഒരു കണ്ടന്റ് ആക്കിയതുപോലെ അത് കണ്ടന്റ് ആക്കിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നീ എന്തിനാണ് ഇപ്പൊ ഈ കൊടച്ചടയില പഠിച്ചത്? ഇവന്റെ ഈ തൊലി കാരണം ഹെലൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വെക്കാം. കണ്ടാ നീ നിന്നെക്കാണ് പൊന്നിസഖി ഇന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി നീ ഒരു കാര്യം ചെയ്യും. നിന്റെ കുടുംബക്കാര് നിന്നെ അങ്ങനെയൊന്നും വല്ല പഠിപ്പിച്ചതെന്നല്ലേ? എങ്കിൽ നീ നിന്റെ ഫാമിലിയായിട്ട് എല്ലാവരെയൊക്കെ വിളിച്ചു വരുത്തി ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലിട്ട് കാണാൻ ഒരു ആഗ്രഹം കണ്ട ഇടമാൻ ആഷിയുടെ ഫാമിലിയും കൂടെ വിളിച്ചോ. എല്ലാരും കൂടെ ഒത്തുചേർന്നു സെറ്റായിരിക്കും. എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ധന്യ. അതിലേക്ക് ചോയ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. എടാ അലവലാതി. കണ്ടവന്റെ ആസനം ഇപ്പൊ കുത്തി മണപ്പിച്ചിട്ട് നിക്കുന്നത് ആരടാ? നീ അല്ലയോടാ. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതില് എന്റെ ഒരു ശത്രുവാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്റെ ശത്രുവിനൊരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. പഠിച്ചോനെ എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. നീ കൂടുതലൊന്നും പണയാതിരിക്കുന്നതാ നല്ലത്. അയ്യോ പണഞ്ഞ നിർത്തോളം മതി. സത്യമാണ് വിജയിക്കുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പിന്നെ 2 ജയ്ഹിന്ദൂടെ പറഞ്ഞ് നാഷണൽ ആന്തോടെ പാടിയിട്ട് പോടാ. എല്ലാരും പറഞ്ഞൊരു പൊന്നിസഖിയൊക്കെ കളിക്കണമെന്ന്. എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത് അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെ, ധന്യ പഠിച്ചു. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ധന്യ പഠിച്ചു. നിന്നെ അവള് പറയുന്നത് മാത്രം അവള് അത് പഠിച്ചിട്ടില്ല. അവൾ ഇനി അത് തുടർന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? നിന്റെ കൊണ ഇട്ട് കഴിഞ്ഞാൽ ആരടാ 4 പറയാതെ ഇരിക്കുന്നത്? എന്താണെങ്കിലും ജാസിക്കുള്ള പരിപ്പും ചായയും ചിലപ്പോൾ അവിടെ നിന്ന് തരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, കൂടുതലൊന്നും എനിക്ക് അതിനെ പറ്റി പറയില്ല. അപ്പം എല്ലാം ആ ഒരു ബിയറിന്റെ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പൊ ശരി, ബൈ.